എരുമേലി പരമ്പരാഗത കാനനപാത വഴി വരുന്ന ശബരിമല തീർത്ഥാടകർക്കിനി വരി നിൽക്കാതെ ദർശനം നടത്താം. എരുമേലിയിൽ നിന്ന് തീർത്ഥാടകർക്ക് പ്രത്യേക എൻട്രി പാസ് നൽകും. പുല്ലുമേട് വഴി വരുന്നവർക്കും ഈ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, ഇപ്പോൾ ഒരുക്കുന്ന സൗകര്യം അത് എത്രത്തോളം സുഗമമാക്കും നിലവിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ വെച്ച് ശബരിമല യാത്രയ്ക്ക്? ധന്യ, വലിയൊരു മാറ്റത്തിന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുതിയ പ്രഖ്യാപനം നടത്തിയത്. അതായത് ഈ പരമ്പരാഗത കാനനപാത വഴി സന്നിധാനത്ത് എത്തിക്കുന്ന തീർത്ഥാടകർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവർ സന്നിധാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ നിരവധി പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാനനപാത വഴി താണ്ടി സന്നിധാനത്ത് എത്തുമ്പോൾ പലപ്പോഴും മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ആ ക്യൂ ഒഴിവാക്കി നേരിട്ട് തന്നെ ദർശനം നടത്താനുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ തീർത്ഥാടകർക്കായി ഒരുക്കുന്നത്. അത് വലിയൊരു മാറ്റത്തിന് തന്നെയായിരിക്കും സന്നിധാനത്തെ തിരക്കിൽ ഉൾപ്പെടെ ഒരു ശാശ്വത പരിഹാരം കാണുമെന്ന് കൊണ്ട് കഴിയും. നിലവിൽ ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഉൾപ്പെടെ സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് ദർശനത്തിനായി വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ചും കൂടെ തിരക്ക് ഈ പുതിയ പ്രഖ്യാപനത്തിലൂടെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡിനുള്ളത്. പ്രത്യേകിച്ച് മുൻപും ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതായത് ഈ പരമ്പരാഗത കാനനപാത വഴി എരുമേലിയിൽ നിന്നും ഒപ്പം തന്നെ പുല്ലുമേട് വഴിയും വന്നു കഴിയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭക്തർ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരമ്പരാഗത കാനനപാതയാണ്. ആ കാനനപാത വഴി വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഭക്തർക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു. അതും എല്ലാം തരണം ചെയ്ത് സന്നിധാനത്തെത്തിയേക്കുമ്പോൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണമെന്ന് ഇതിനു മുൻപും ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അന്ന് അത് ദേവസ്വം ബോർഡൊന്നും കാര്യമായി തന്നെ പരിഗണിച്ചിട്ടില്ല. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇപ്പോൾ അതിന് ഒരു അനുഭാവമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. തിരക്ക് വലിയ രീതിയിൽ സന്നിധാനത്ത് നിലവിൽ ഇല്ല എങ്കിലും സുഗമമായി തന്നെ ദർശനം നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു മാറ്റം സന്നിധാനത്തേക്ക് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ എരുമേലി പരമ്പരാഗത കാനനപാത കൂടി വരുന്നവർക്കും ഒപ്പം തന്നെ പുല്ലുമേട് കാനനപാത വഴി വരുന്നവർക്കും ഈ സ്പെഷ്യൽ പാസിലൂടെ സന്നിധാനത്ത് ദർശനത്തിന് സാധ്യമാകും എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ഒരു കണക്കുകൂട്ടലും വിലയിരുത്തലും തന്നെയാണ്. ശരി അജയ്.